മലയാളികൾക്ക് ഏറെ അറിയാത്ത ഒരു ഗവേഷകയാണ് അന്ന മാണി. വെദർ വുമൺ ഓഫ് ഇന്ത്യ എന്നാണ് അന്ന മാണിക്ക് അവരുടെ 104ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗൂഗിൾ പ്രത്യേക ഡൂഡിൽ അവതരിപ്പിച്ച് ആദരിച്ചത്. 1918 കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യൻ കുടുംബത്തിലെ ജനിച്ച അന്ന മാണി കാലാവസ്ഥ നിരീക്ഷിക്കുന്ന ഉപകരണങ്ങളുടെ മേഖലയിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞയും കാലാവസ്ഥാ ശാസ്ത്രജ്ഞയുമായിരുന്നു. അവരുടെ ഗവേഷണം കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യയെ സഹായിച്ചു. ഇത് പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് മുന്നിട്ട് നിൽക്കാൻ അടിത്തറയിട്ടു. വെദർ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട അന്ന മാണി ഹൈ റേഞ്ചിലെ പീരുമേട്ടിൽ 1918 ഓഗസ്റ്റ് 23 മോഡയിൽ കുടുംബത്തിൽ MP മാണിയുടെയും അന്നാമ്മയുടെയും 8 മക്കളിൽ 7ാമത്തെ കുട്ടിയായി ജനിച്ചു. അമ്മ അന്നാമ്മ അധ്യാപികയായിരുന്നു. തിരുവിതാംകൂർ പൊതുമരാമത്ത് വകുപ്പിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്ന പിതാവ് മാണി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പദവിയിലെത്തിയ ഏക വനിതയാണ് അന്ന മാണി എന്ന മലയാളി ഗവേഷക. കാലാവസ്ഥാ നിരീക്ഷണത്തിലും പ്രവചനത്തിലും ഇന്ത്യയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ അന്ന മാണിയുടെ പങ്ക് ചെറുതായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഏറെയും കാലം പുസ്തകങ്ങളിൽ മുഴുകിയ അന്ന മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്നും 1939 ഭൗതിക ശാസ്ത്രത്തിലും രസതന്ത്രത്തിലും BSc ഓണേഴ്സ് ബിരുദം നേടി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ CV രാമന്റെ ശിക്ഷണത്തിൽ ഗവേഷണം നടത്തി. ഓസോൺ പാളിയെക്കുറിച്ചും അന്ന മാണി പഠനം നടത്തിയിട്ടുണ്ട്. അന്തരീക്ഷ ഘടനയിൽ ഓസോണിനുള്ള പ്രാധാന്യത്തെപ്പറ്റി അന്ന മാണി നടത്തിയ കണ്ടെത്തലുകൾ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത് പിന്നെയും 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അന്ന മാണിയുടെ സംഭാവനകൾക്കുള്ള അംഗീകാരമായി അവരെ രാജ്യാന്തര ഓസോൺ കമ്മീഷനിൽ അംഗത്വം നൽകി ആദരിച്ചു. സോളാർ റേഡിയേഷനെ കുറിച്ച് 2 ഗ്രന്ഥങ്ങൾ രചിച്ചു. ദ ഹാൻഡ്ബുക്ക് ഫോർ സോളാർ റേഡിയേഷൻ ഡേറ്റ ഫോർ ഇന്ത്യയും സോളാർ റേഡിയേഷൻ ഓവർ ഇന്ത്യയും. സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു അന്ന മാണി. ചെറുപ്പത്തിൽ തന്നെ വൈക്കം സത്യാഗ്രഹ സമരം അവരെ സ്വാധീനിച്ചിരുന്നു. ഗാന്ധിജിയുടെ ആരാധികയായിരുന്ന അവർ ജീവിതത്തിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ പിന്തുടർന്നിരുന്നു. ജീവിതാവസാനം വരെ ഖദർ വസ്ത്രമാണ് അന്ന മാണി ഉപയോഗിച്ചിരുന്നത്. 2001 ഓഗസ്റ്റ് 16 തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ന മാണി മരണപ്പെടുന്നത്. ശാസ്ത്ര ഗവേഷണത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അന്താരാഷ്ട്ര പ്രശസ്തി വരെ നേടിയ ഈ മലയാളി ശാസ്ത്രജ്ഞയെ നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്നതും പ്രസക്തമാണ്. ശാസ്ത്ര ഗവേഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അന്ന മാണി എന്ന ഗവേഷക തീർച്ചയായും ഒരു പ്രചോദനം തന്നെയാണ്. നന്ദി.